ഹായ്, എൻ്റെ പേര് ശ്രേയ. ഞാൻ MBBS തേർഡ് ഇയർ പഠിക്കുകയാണ് TDMCയിൽ. സോ ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് കാർസിനോമ ഓഫ് സെർവിക്സ്. ഓക്കെ, സോ ഈ CA സെർവിക്സ് നമുക്ക് ലോങ്ങസ്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഷോർട്ട് ആൻസറും ഷോർട്ട് എസ്സേ ആയിട്ടും CIN, അതായത് സെർവൈക്കൽ ഇൻട്രാഎപ്പിത്തീലിയൽ ന്യൂപ്ലേഷൻ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ബേസിക് ഒരു അനാറ്റമി അറിയണം ഈ നമ്മുടെ ഈ ഒരു സെർവിക്സിൻ്റെ. സോ ഇവിടെ നമുക്ക് യൂട്രൈൻ ക്യാവിറ്റി കാണാമല്ലോ അല്ലേ, യൂട്രൈൻ ക്യാവിറ്റി കാണുന്നുണ്ട്. സോ ഈ യൂട്രൈൻ ക്യാവിറ്റി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഇന്റേണൽ ലോസ് കാണാം, പിന്നെ ഒരു എക്സ്റ്റേണൽ ലോസ് കാണാം, പിന്നെ താഴോട്ട് വജൈന കാണാം. സോ ഈ ഒരു ഇന്റേണൽ ലോസിന്റെയും എക്സ്റ്റേണൽ ലോസിന്റെയും ഇടയിലുള്ള സെർവിക്സിനെ നമ്മൾ എൻഡോ സെർവിക്സ് എന്നും എക്സ്റ്റേണൽ ലോസിന് ശേഷമുള്ള സെർവിക്സിനെ നമ്മൾ എക്ടോ സെർവിക്സ് എന്നും പറയും. ഓക്കെ, എക്ടോ സെർവിക്സ് എന്താ ചെയ്യുന്നത്? വെജൈനയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തിനാണ് നമ്മൾ ഇത്ര കാര്യമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? കാരണം ഇവരുടെ രണ്ടുപേരുടെയും എപ്പിത്തീലിയംസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു എപ്പിത്തീലിയം എങ്ങനെ ഡിഫറെന്റ് ആവുന്നത്? ലൈക്ക് ഹിസ്റ്റോളജിക്കലി ആ എപ്പിത്തീലിയത്തിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഇസ് മെച്വർ സ്ക്വാമസ് സെൽസ് എന്ന് കാണുന്നുണ്ട്, ഇവിടെ കോളംന ഗ്ലാൻഡുലാർ സെൽസ് എന്ന് കാണുന്നുണ്ട്. സോ ഈ മെച്വർ സ്ക്വാമസ് സെൽസ് ആണ് നമ്മുടെ എക്ടോ സെർവിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. എക്ടോ സെർവിക്സ് മെച്വർ സ്ക്വാമസ് സെൽസ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് ഇൻ ലൈൻ വിത്ത് ദ വജൈന, താഴോട്ടേക്ക് വജൈനയായിട്ട് കണ്ടിന്യൂ ചെയ്തു. എൻഡോ സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്രീറ്ററി ഫംഗ്ഷൻ ആണ് എൻഡോ സെർവിക്സിനുള്ളത്. സോ അവിടെ എന്താ ഉണ്ടാകുന്നത്? കോളംന ഗ്ലാൻഡുലാർ സെൽസ്. അപ്പോൾ ഈ ഗ്ലാൻഡുലാർ സെൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കോളംന സെൽസ് നിങ്ങൾക്ക് അറിയാം. തരം ഈ സിമ്പിൾ കോളംന സെൽസിനകത്ത് ബേസൽ ന്യൂക്ലിയസ്, പിന്നെ അതിന്റെ മുകളിലേക്ക് മ്യൂസിൻ ഫിൽഡോ ആയിരിക്കും. സോ ഈ മ്യൂസിൻ ഫിൽഡ് ആയിട്ടുള്ള ഈ ഒരു ലെയർ നിങ്ങൾ കാണുന്നില്ലേ? ആൻഡ് ഇവിടെ നിങ്ങൾക്ക് മെച്വർ ആയിട്ടുള്ള സ്ക്വാമസ് സെൽസും കാണും, ദാറ്റ് ഇസ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി ഈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയവും ഈ ഒരു സിമ്പിൾ കോളംനർ എപ്പിത്തീലിയത്തിനെയും കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ക്വാമോ കോളംനർ ജംഗ്ഷൻ ഉണ്ട്. ആൻഡ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സ്ക്വാമോ കോളംനർ ജംഗ്ഷൻ ആണ്. ഈ സ്ക്വാമോ കോളംനർ ജംഗ്ഷൻ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്? കാരണം HPV പോലെ ഈ ഒരു സെർവൈക്കൽ കാർസിനോമയുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് നമ്മുടെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. സോ ഈ ഇത്തരത്തിലുള്ള ഒരു ഹിസ്റ്റോളജിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ശരിക്കും ഈ HPV പോലുള്ള ഓർഗാനിസത്തിന് വലിയൊരു അട്രാക്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ കാർസിനോമ ഇൻസിറ്റു എങ്ങനെയാണ് ഇൻവേസീവ് ക്യാൻസറിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത് പഠിക്കാൻ പോകുന്നത്. സോ ഒരു എപ്പിത്തീലിയമാണ് നമ്മൾ കാണുന്നത്. സോ ഒരു നോർമൽ എപ്പിത്തീലിയത്തിൽ ബേസിക്കലി എപ്പിത്തീലിയം ഉണ്ടാവും, പിന്നെ അതിൻ്റെ താഴേക്ക് ഒരു ബേസ് മെംബ്രെയിൻ ഉണ്ടാവും, ആൻഡ് ബേസ് മെംബ്രെയിന് ശേഷം താഴെ അണ്ടർലൈൻ സ്ട്രോമ കാണും. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂഷ്വലി അങ്ങനെയാണ്, അതായത് ഒരു സെൽസ് ഉള്ള ഒരു എപ്പിത്തീലിയം, സെൽസ് ഉള്ള എപ്പിത്തീലിയം, അതിൻ്റെ താഴെ ഒരു ബേസ് മെംബ്രെയിൻ, അതിന് താഴെ അണ്ടർലൈൻ സ്ട്രോമ. അപ്പോൾ ഈ സ്ട്രോമയ്ക്കകത്ത് എന്താ ഉള്ളത്? സ്ട്രോമയ്ക്കകത്ത് ബേസിക്കലി എന്തൊക്കെയുണ്ട്? കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, നെർവ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ്, അത്തരത്തിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഈ സ്ട്രോമയിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, സോ യൂഷ്വലി ഈ ബേസ് മെംബ്രെയിൻ ഒരു ഇൻസീറ്റു ക്യാൻസർ, ഇൻസീറ്റു എന്ന് വെച്ചാൽ അവിടെ ഈ ബേസ് മെംബ്രെയിൻ ഒരിക്കലും ഇൻവേഡ് ചെയ്തിട്ടില്ല, അതായത് ബേസ് മെംബ്രെയിൻ വളരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകും. എവിടെ? ഇൻസീറ്റു ക്യാൻസർ. നോർമലി സെൽ ഗ്രോത്ത് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ കാണുന്ന താഴെയുള്ള സെൽസിന്റെ ബേസൽ സെൽസ് ഈ താഴെയുള്ള സെൽസ് യൂഷ്വലി എങ്ങനെ ചെയ്യും? അത് ഇങ്ങനെ പ്രോളിഫറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, പ്രോളിഫറേറ്റ് ചെയ്ത് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മേളിലേക്ക് പോകുന്ന വഴി ഇവരെ മെച്ചുവർ ചെയ്താണ് പോകുന്നത്. അങ്ങനെ ഫൈനലി ഏറ്റവും മേളിലെത്തുമ്പോൾ ഇവർ ആരായിട്ട് മാറും? ഓൾഡ് ആവും അല്ലേ? ഓൾഡ് ആയി കഴിയുമ്പോഴത്തേക്കും ദേ വിൽ ബി ഷെഡ് ഓഫ് വിത്ത് വജൈനൽ സെക്രീഷൻസ് ആയിട്ട് അത് പോകും. ഓക്കെ, സെക്രീഷൻസ് ആയിട്ട് ഷെഡ് ഓഫ് അല്ലേ, ഷെഡ് ഓഫ് ആയി പോവുകയാണ് ചെയ്യുന്നത്. Now, what happens in this in situ carcinoma? ഇവർ വളരെ റാപ്പിഡായിട്ട് പ്രോളിഫറേറ്റ് ചെയ്ത് പോവുകയാണ്. വളരെ റാപ്പിഡായിട്ട് പ്രോളിഫറേറ്റ് ചെയ്ത് ഇമ്മച്യൂർ ആയിട്ടുള്ള സെൽസ് ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇത്രയും വലിയ തിക്ക് ലെയേഴ്സിൽ ഇവർ അക്യുമുലേറ്റ് ചെയ്ത് പോകും ഇൻ സിറ്റു ക്യാൻസർ. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഇമേജ് ബേസിക്കലി ഇൻസിറ്റു ക്യാൻസറിൻ്റെ അല്ല, ബേസിക്കലി ഇൻവേസീവ് ക്യാൻസറിൻ്റെ. കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ബേസ്മെന്റ് മെംബ്രെയിൻ. കണ്ടോ, ഇവിടെ ബേസ്മെന്റ് മെംബ്രെയിൻ റപ്ചറായിട്ട് ഈ സെൽസ് എല്ലാം കൂടെ താഴേക്ക് സ്ട്രോമയിലോട്ട് പോയി. സോ താഴേക്ക് സ്ട്രോമയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇൻവേഡ് ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് അല്ലേ, ആൻഡ് ഫൈനലി ഇറ്റ് ക്യാൻ മെറ്റാസ്റ്റേസിസ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പല സ്ഥലത്ത് ഈ ട്യൂമർ ഡെവലപ്പ് ചെയ്തു. അതാണ് യൂഷ്വലി സംഭവിക്കുക ഒരു ഇൻവേസീവ് ക്യാൻസർ. ഇവിടെ നമ്മൾ ഇതാണ് കാണുന്നത്. സോ എങ്ങനെ നമ്മൾ ഒരു ഇൻവേസീവ് ആൻഡ് ഇൻസിറ്റു ക്യാൻസർ എങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പാസ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടാണ്. പാസ്റ്റെയിൻ എന്താ ചെയ്യുന്നത്? ബേസ്മെന്റ് മെംബ്രെയിനെ സ്റ്റെയിൻ ചെയ്യും. സോ പാസ്റ്റെയിനെ നമ്മളൊരു ഇൻടാക്ട് ആയിട്ടുള്ള ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ബേസ്മെന്റ് മെംബ്രെയിൻ കാണുകയാണെങ്കിൽ വി ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ്സ് എൻ ഇൻ സിറ്റു ക്യാൻസർ. വേറെ ഈ ബേസ് മെംബ്രെയിൻ എല്ലാം ബ്രേക്സ് വന്ന് താഴേക്ക് ട്യൂമർ സെൽസ് ഇങ്ങനെ പോയിട്ടുണ്ട്, അതായത് ട്യൂമർ സെൽസ് ഇങ്ങനെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനൊരു ഇൻവേസീവ് ക്യാൻസർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? ട്യൂമർ സെൽസിനെ കാണുന്നത് താഴേക്ക് പോകുന്നത്. ഇങ്ങനെ ഒരു ട്യൂമർ സെൽസിനെ മനസ്സിലാക്കുക ബേസിക് ന്യൂക്ലിയസിലുള്ള ക്വസ്റ്റൻ ആണ്, ബേസിക് പത്തോളജി.
ഇതിനകത്ത് നമ്മൾ ഈ സെൽസിൽ നമ്മൾ ഇൻക്രീസ്ഡ് NH2C റേഷ്യോ, നോർമൽ സെൽസ് പോലെയല്ല ഹൈ NH2C റേഷ്യോ കാണാം, ന്യൂക്ലിയർ ATP, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇറഗുലാരിറ്റീസ്, അത് മാത്രമല്ല അബ്നോർമൽ മൈറ്റോട്ടിക് ഫിഗേഴ്സ് കാണുന്നുണ്ടായിരിക്കും അല്ലെ, ഹൈപ്പർ ക്രോമേഷ്യ ഓൾസോ. അപ്പം ഇത്തരത്തിലുള്ള ഇതുപോലെ വളരെ ഡാർക്ക് സ്റ്റെയിൻഡ് ആയിട്ടുള്ള സെൽസിനെ കാണാം, ബിക്കോസ് അവർക്ക് എന്താ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ, ഹൈ NH2C റേഷ്യോ ഉണ്ട്. നൗ പ്രിക്കഴ്സർ ലീഷൻസ് ഓഫ് CA cervix. പ്രിക്കഴ്സർ ലീഷൻസ് നമ്മൾ ബേസിക്കലി രണ്ട് രീതിയിലാണ് പറയുന്നത്. ഓക്കെ, CIN ആൻഡ് SIN. CIN തന്നെ നമ്മൾ അതൊരു ഓൾഡ് ക്ലാസിഫിക്കേഷൻ ആണ്, ആൻഡ് SIN എന്ന് പറയുന്നത് ന്യൂ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, CIN നമ്മൾ CIN 3 ഗ്രേഡ് പറയും, CIN 1, CIN 2 ആൻഡ് CIN 3, ആൻഡ് ദിസ് വൺ ഇസ് HSIL ആൻഡ് LSIL, അതായത് ലോ ഗ്രേഡ് SIL ആൻഡ് ഹൈ ഗ്രേഡ് SIL. ഡീറ്റെയിൽ ആയിട്ട് പറയാം. CIN എന്ന് പറയുന്നത് ഓൾഡൻ ഡേയ്സിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ബേസിക്കലി ബേസ്ഡ് ഓൺ ഹൗ മച്ച് ഓഫ് ദ എപ്പിത്തീലിയം ഇസ് ഇൻവേഡഡ്. അതാണ് നമ്മൾ CIN ബേസിസ്. ആൻഡ് വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് CIN? സോറി, അത് പറഞ്ഞില്ലല്ലോ. Cervical intraepithelial neoplasia. Okay, cervical intraepithelial neoplasia. Here, CIN 1 lower 1/3 of the epithelium has been invaded. Okay, lower 1/3. അതായത് ഈ താഴത്തെ 1/3 ആണ് ഇൻവേഡ് ചെയ്തിട്ടുള്ളത്. CIN 2 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2/3 ഇൻവേഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, 2/3 ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. CIN 3 entire thickness has been invaded. അതാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ SIN പറ്റി പറയുമ്പോൾ, SIN എന്ന് പറഞ്ഞാൽ സ്ക്വാമസ് ഇൻട്രാ എപ്പിത്തീലിയൽ ലീഷൻസ്, അതാണ് SIN. SIN എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി SIN നമുക്ക് പറയാം, ഈ SIN നമ്മൾ HSIN LSIN ആയിട്ട് പറഞ്ഞില്ല. ഇവരെ എന്തിന്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ പറയുന്നത്? നമ്മൾ പറയുന്നത് ഇവരുടെ ന്യൂക്ലിയർ, നമ്മൾ എങ്ങനെ ഒരു സ്ലൈഡ് കാണുമ്പോൾ ഓക്കെ SIN ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർക്ക് എത്രത്തോളം ന്യൂക്ലിയർ അബ്നോർമാലിറ്റീസ് ഉണ്ട്. ന്യൂക്ലിയർ അബ്നോർമാലിറ്റീസ് ലൈക്ക് ഹൈപ്പർ ക്രോമാറ്റിസം, high NH2C ratio, thick ആയിട്ടുള്ള കോസ് ക്രോമാറ്റിൻ ഗ്രാനുൾസ്. ഓക്കെ, കോസ് ക്രോമാറ്റിൻ ഗ്രാനുൾസ്. ഇതാണ് നമ്മൾ ഡയഗ്നോസിസ് ഓഫ് SIL is made based on ഇത്രയും സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ SIL നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് LSIL, അതായത് ലോ ഗ്രേഡ് SIL as well as ഹൈ ഗ്രേഡ് SIL. ലോ ഗ്രേഡ് SIL എന്ന് പറഞ്ഞാൽ this corresponds to CIN 1. This corresponds to CIN 2 and 3. LSIL എന്ന് പറയുന്നത് യൂഷ്വലി ലോവർ ഏജ് ഗ്രൂപ്പിലാണ്, യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് സംഭവിക്കുന്നത്, അതായത് 25 to 35 years, and this happens in 35 to 45 years. Okay, so LSIL എന്ന് പറയുന്നത് ബേസിക്കലി CIN 1 കറസ്പോണ്ട് ചെയ്യുന്നത് കുറച്ച് ലോ ഗ്രേഡ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത്ര ഭയങ്കരമായിട്ടുള്ള പ്രോളിഫറേഷൻ ഒന്നും LSIL ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ അത് അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ HPV-യുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത് എന്താ? LSIL ഉണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി അതൊരു HPV ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതാവാനാണ് സാധ്യത. ഓക്കെ, CIN 1 ആണെങ്കിലും LSIL ആണെങ്കിലും HPV ഇൻഫെക്ഷനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടാവും. അത് മാത്രമല്ല അവർക്ക് ലെസ് ചാൻസ് ഓഫ് പ്രോഗ്രസിംഗ് ടു ഇൻവേസീവ് കാർസിനോമ. പക്ഷെ HSIL അങ്ങനെയല്ല, വളരെ റാപ്പിഡ് ആയിട്ടുള്ള പ്രോളിഫറേഷൻ കാരണം ഇറ്റ് ക്യാൻ പ്രോഗ്രസ് ഈസിലി ടു ഇൻവേസീവ് കാർസിനോമ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ CIN 1 LSIL കണ്ടുവരുന്ന ഒരു വളരെ പത്തോഗ്നമിക് ആയിട്ടുള്ള ചേഞ്ചിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കോയിലോസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, കോയിലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു HPV ഇൻഫെക്ഷന്റെ പത്തോഗ്നമിക് ആയിട്ടുള്ള ഒരു പത്തോഗ്നമിക് ഫീച്ചർ ഓഫ് എൻ HPV ഇൻഫെക്ഷൻ എന്താണ്? കോയിലോസൈറ്റ്സ്. ഓക്കെ, കോയിലോസൈറ്റ്സ് ആണ്. ഇവിടെ നമുക്ക് ഈ സെൽസ് കാണുന്നുണ്ടല്ലോ, ഈ സെൽസിനെ കണ്ടിട്ട് എന്തിനെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? ഉണക്ക് മുന്തിരി പോലെ ഇല്ലേ ഈ സെൽസിനെ കാണാൻ? അതായത് ഈ സെൽസ് ബേസിക്കലി ഓവൽ ആണെന്ന് മാത്രമല്ല ഇവർക്കൊരു റേസിൻ ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണുള്ളത്. റേസിൻ ഓയിൽ ന്യൂക്ലിയസ്. ഓക്കെ, അത് മാത്രമല്ല ഇവർക്കൊരു പെരി ന്യൂക്ലിയർ ക്ലിയറിംഗ് ഉണ്ട്. കണ്ടോ ഈ വൈറ്റ് കാണുന്നില്ലേ? അതായത് ഒരു വൈറ്റിഷ് ഒരു അപ്പിയറൻസ് ആണ്. പെരി ന്യൂക്ലിയർ ഹാലോ, ഒരു പെരി ന്യൂക്ലിയർ ക്ലിയറിംഗ് ഉണ്ട് അവർക്ക്. ഓക്കെ, അപ്പോൾ ഈ കോയിലോസൈറ്റ്സ് ബേസിക്കലി കാണുന്ന എവിടെയൊക്കെയാണ്? ദാറ്റ് ഇസ് ഒരു HPV ഇൻഫെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല LSIL CIN 1 നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ HPV ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോട്ടീൻ്റെ പേര് E5 എന്നാണ്. പല പ്രോട്ടീൻസ് E6 E7 ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ E5 ആണ് ബേസിക്കലി ഈ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഈ E5 പ്രോട്ടീൻ ബേസിക്കലി പെരി ന്യൂക്ലിയർ ക്ലിയറിംഗ് ഉണ്ടാക്കും, ആൻഡ് ന്യൂക്ലിയസ് റേസിനോയിഡ്. നൗ കമ്മിങ് ടു ദ ഇറ്റിയോപത്തോജനസിസ്. നമ്മൾ ആദ്യം എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസ് വെച്ചിട്ട് ഇറ്റിയോപത്തോജനസിസ് പറയാണ്. നമ്മൾ പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ women who have a very early sexual activity, women who indulge in early sexual activity. Second thing is women who have multiple sex partners, അല്ലെങ്കിൽ ഒരു ഹൈ റിസ്ക് മെയിൽ പാർട്ട്ണർ ഉണ്ടായാലും മതി. ഹൈ റിസ്ക് മെയിൽ പാർട്ട്ണർ
ആൻഡ് ഫൈനലി പെർസിസ്റ്റന്റ് ആയിട്ട് HPV ഇൻഫെക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുക. പെർസിസ്റ്റന്റ് HPV ഇൻഫെക്ഷൻ. ഓക്കെ, പെർസിസ്റ്റന്റ് HPV ഇൻഫെക്ഷൻ. സോ ഇതാണ് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ്. ഇനി നമ്മൾ മോളിക്കുലർ സ്റ്റഡീസിലോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, HPV ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗാനിസം വിച്ച് ഹസ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ ദ പാത്തോജനസിസ് ഓഫ് ഇൻവേസീവ് സർവൈക്കൽ കാർസിനോമ. സോ HPV എന്താ ചെയ്യാൻ പോകുന്നത്? HPV നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിനെ ഇൻവേഡ് ചെയ്യും ആൻഡ് ദെൻ ഇറ്റ് ഗെറ്റ്സ് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ ന്യൂക്ലിയസ്, ഇന്റഗ്രേറ്റഡ് ഇൻ ടു the nucleus of epithelial cells. Okay, and ഈ ഇന്റഗ്രേഷന് ശേഷം ഇത് പ്രൊഡ്യൂസസ് ഇറ്റ്സ് ഓൺ പ്രോട്ടീൻസ്. അതായത് എന്തൊക്കെ പ്രോട്ടീൻസ് ആണ് ഉണ്ടാക്കുന്നത്? E6 ഉണ്ടാക്കും, E7 ഉണ്ടാക്കും. E6 എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്യൂമർ സപ്രസർ ജീനാണ്, ദാറ്റ്സ് TP53. TP53 നമ്മുടെ ട്യൂമർ സപ്രസർ ജീനെ ഇവൻ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് E7 എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെറ്റിനോബ്ലാസ്റ്റോമ ട്യൂമർ സപ്രസർ ജീനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും മേജർ നമ്മുടെ ഈ ഒരു ട്യൂമർ സപ്രസർ ജീൻസ് ആണ് TP53 RB. സോ ഇവരെ രണ്ടുപേരെ ഇൻഹിബിറ്റ് ചെയ്താൽ അത് പോലെ ഒരു ക്യാൻസർ ഉണ്ടാകും. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ ദ ട്യൂമർ സപ്രസർ ജീൻസ് ആർ ഇൻഹിബിറ്റഡ്. ട്യൂമർ സപ്രസർ ജീൻസിനെ ഇൻഹിബിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഗ്രോത്ത് നടക്കും. അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത് നടക്കുമ്പോൾ ഉറപ്പായിട്ടൊരു ക്യാൻസർ ഉണ്ടാകും അല്ലേ? അപ്പം അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഗ്രോത്ത്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. നൗ കമ്മിങ് ടു അൾട്രാ സ്ട്രക്ചറൽ സ്റ്റഡീസ്. സോ ബേസിക്കലി നമ്മുടെ ഈ ഒരു എപ്പിത്തീലിയൽ സെൽസ്, സർവൈക്കൽ എപ്പിത്തീലിയൽ സെൽസിലൊക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ വളരെയേറെ നോർമലി ഒരു എമൗണ്ട് ഓഫ് ഗ്ലൈക്കോജൻ ഉണ്ടാവാറുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് വെൻ ദ സെൽസ് പ്രൊളിഫറേറ്റ് റാപ്പിഡ്ലി? ഈ റാപ്പിഡ്ലി പ്രൊളിഫറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദേ ആക്ച്വലി ഫർഗെറ്റ് ടു അക്യുമുലേറ്റ് ഗ്ലൈക്കോജൻ, അല്ലെങ്കിൽ ദേ ആർ അണേബിൾ ടു അക്യുമുലേറ്റ് ഗ്ലൈക്കോജൻ ബിക്കോസ് അത്ര റാപ്പിഡ് ആയിട്ടാണ് ഈ സെൽസ് പ്രൊളിഫറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ ഗ്ലൈക്കോജൻ കണ്ടന്റ് എന്തായിരിക്കും? ഗ്ലൈക്കോജൻ കണ്ടന്റ് സെൽസിൽ കുറയും. സോ ഗ്ലൈക്കോജൻ കണ്ടന്റ് കുറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഗ്ലൈക്കോജൻ സ്റ്റെയിൻ ചെയ്യുന്നത് ദാറ്റ് ഇസ് ലുഗോൾസ് ഐഡൻ അല്ലെങ്കിൽ പൊട്ടാഷ്യം അയഡൈഡ്, ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത് യൂഷ്വലി ഒരു മഹോഗണി ബ്ലാക്ക് അപ്പിയറൻസ് ഒക്കെയാണ് ഇത് കൊടുക്കുന്നത് യൂഷ്വലി. അപ്പോൾ ഈ സെൽസ് ഗ്ലൈക്കോജൻ കണ്ടന്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ടെസ്റ്റ് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ എക്സ്ഫോളിയേറ്റീവ് സൈക്കോളജി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ സർവൈക്കൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് മെത്തേഡാണ് പാപ് സ്ക്രീനിങ് പ്രോഗ്രാം. ഓക്കെ, പാപ് സ്മിയർസ്. അപ്പോൾ ഇറ്റ് ഇസ് റെക്കമെൻഡഡ് ഇൻ ഓൾ സെക്ഷലി ആക്റ്റീവ് വിമൺ. നമ്മൾ പാപ് സ്മിയർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആനുവലി സ്ക്രീൻ ചെയ്യണമെന്നാണ്. സോ യൂഷ്വലി നമുക്ക് പാപ് സ്മിയറിൽ കൂടെ എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് സെൽസിനെ തന്നെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റും അല്ലേ? അതായത് എന്തൊക്കെ കാണാൻ പറ്റും? ന്യൂക്ലിയർ ATPA കാണാൻ പറ്റും. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇറഗുലാരിറ്റീസ്, പിന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഹൈപ്പർക്രോമേഷൻ. ഇത്രയും സാധനങ്ങൾ കാണാൻ പറ്റും. ഇനി പാപ് സ്മിയർസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ബെതസ്ഡ സിസ്റ്റം. ബെതസ്ഡ സിസ്റ്റം ഇസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് അഡക്വസി ഓഫ് സ്പെസിമെനെ കുറിച്ച് അവരൊരു റിപ്പോർട്ട് തരും. അതായത് നമുക്ക് ഈ സ്പെസിമെൻ ഒരു സാറ്റിസ്ഫാക്ടറി സ്പെസിമെൻ ആണോ, ഒരു പ്രോപ്പർ സ്പെസിമെൻ ആണോ അല്ലേ എന്നുള്ളത്. സെക്കൻഡ് ഇസ് ജനറൽ ഡയഗ്നോസിസ്, അതായത് ഒരു അബ്നോർമൽ സ്പിയർ ആണോ നോർമൽ സ്പിയർ ആണോ എന്നുള്ളത്. പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഡയഗ്നോസിസ് ആയിരിക്കും, അതായത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് റിയാക്റ്റീവ് സെല്ലാ ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ബിനൈൻ നോർമൽ ആണോ, റിയാക്റ്റീവ് സെല്ലാ ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ എനി അബ്നോർമാലിറ്റീസ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടോ. പിന്നെ സെല്ലുലാർ അബ്നോർമാലിറ്റീസ്. സെല്ലുലാർ അബ്നോർമാലിറ്റീസ് നമുക്ക് സ്ക്വാമസ് സെൽ അബ്നോർമാലിറ്റീസ് ഉണ്ട്, ഗ്ലാൻഡുലർ സെൽ അബ്നോർമാലിറ്റീസ് ഉണ്ട്. സ്ക്വാമസ് സെൽ അബ്നോർമാലിറ്റീസ് എങ്ങനെയാണെന്ന് ആസ്കസ് എറ്റിപ്പിക്കൽ സ്ക്വാമസ് സെൽസ് ഓഫ് അൺഡിറ്റർമിൻഡ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ എറ്റിപ്പിക്കൽ സ്ക്വാമസ് സെൽസ് ഓഫ് അൺഡിറ്റർമിൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയും. അല്ലെങ്കിൽ LSIL, ദാറ്റ് ഇസ് LSIL എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആരുമായിട്ടാണ് HPV ഇൻഫെക്ഷനുമായിട്ടും പിന്നെ CIN1 ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം HPV ഇൻഫെക്ഷൻ as well as CIN1 if it is present or not. പിന്നെ HSIL, വെദർ അത് CIN2 ആണോ അതോ CIN3, ബിക്കോസ് HSIL ക്യാൻ കറസ്പോണ്ട് CIN2 and 3, അതുകൊണ്ട് അതിൽ ഏതാണ് എന്നുള്ളത്. പിന്നെ സ്ക്വാമസ് സെൽ ഇൻവേസീവ് സ്ക്വാമസ് സെൽ കാർസിനോമ ആണോ എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ഗ്ലാൻഡുലർ സെൽ അബ്നോർമാലിറ്റീസ്. ഗ്ലാൻഡുലർ സെൽ അബ്നോർമാലിറ്റീസ് ഏറ്റിപ്പിക്കൽ ഗ്ലാൻഡുലർ സെൽസ് ആണോ, ഏറ്റിപ്പിക്കൽ ഗ്ലാൻഡുലർ സെൽസ് വെറുതെ ഇരിക്കുന്ന ഏറ്റിപ്പിക്കൽ ഗ്ലാൻഡുലർ സെൽസ് ആണോ, അതോ ഏറ്റിപ്പിക്കൽ ഗ്ലാൻഡുലർ സെൽസ് വിച്ച് ഫേവർ നിയോപ്ലേഷ്യ ആണോ. തേർഡ് ഇസ് എൻഡോസർവൈക്കൽ അഡിനോകാർസിനോമ, ഒരു ഇൻ സിറ്റു കാർസിനോമയാണോ അതോ ഒരു ഫൈനലി ഒരു അഡിനോകാർസിനോമയാണോ. നെക്സ്റ്റ് ഇസ് നമുക്കിതിൻ്റെ ഈ ഒരു CIൻ്റെ തന്നെ നമുക്കതിൻ്റെ ഒരു നമ്മൾ ബേസിക്കലി ഇതിൻ്റെ ഗ്രോസ് നമ്മൾ കാണുമ്പോഴത്തേക്കും ചേഞ്ചസ് എവിടെ നമ്മൾ കാണാൻ പറ്റും? നമുക്ക് സ്ക്വാമോ കോളംന ജംഗ്ഷനിലായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ സർവീസ് എൻഡോ സർവീസ് ജോയിൻ ചെയ്യുന്ന സ്ക്വാമോ കോളംന ജംഗ്ഷനിലായിരിക്കും കാണുന്നത്. കോയിലോസൈറ്റ്സ് യൂഷ്വലി നമുക്ക് മൈക്രോസ്കോപ്പിക്കലി നോക്കുവാണെങ്കിൽ നമുക്ക് കോയിലോസൈറ്റ്സ് കാണാൻ പറ്റും. പിന്നെ മൈൽഡ്, മോഡറേറ്റ് ആസ് വെൽ ആസ് സിവിയർ ഡിസ്പ്ലേഷ്യ. അപ്പോൾ നമുക്ക് ഈ CIN തന്നെ നമ്മൾ പറയുമ്പോൾ നമുക്ക്
മൈൽഡ് ഡിസ്പ്ലേഷ്യ എന്ന് പറയാം, മോഡറേറ്റ് ഡിസ്പ്ലേഷ്യ പറയാം, സിവിയർ ഡിസ്പ്ലേഷ്യ പറയാം, ആൻഡ് ഫൈനലി കാർസിനോമ ഇൻസിറ്റു എന്നും പറയാം. ഓക്കെ, മൈൽഡ് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞാൽ അപ് ടു 1/3 തിക്നെസ്. ഓക്കെ, അപ് ടു 1/3 ഓഫ് തിക്നെസ്. മോഡറേറ്റ് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞാൽ അപ് ടു 2/3 തിക്നെസ് ഇൻവോൾവ്മെന്റ്. സിവിയർ ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 75% ഓഫ് തിക്നെസ് ഇൻവോൾവ്. കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ എങ്ങനെ എൻഡയർ തിക്നെസ് അല്ലെ, എൻഡയർ തിക്നെസ് ഇൻവോൾവ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ CIN നിങ്ങൾ കാണുന്ന മൈക്രോസ്കോപ്പിക് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്രോസ് നിങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ പറയും? ഗ്രോസ് പറയുമ്പോൾ ഇറ്റ് സീൻ അറ്റ് സ്ക്വാമോ കോളംനാർ ജംഗ്ഷനിൽ യു ക്യാൻ സീ അബ്നോർമൽ proliferation. സ്ക്വാമോ കോളംനാർ ജംഗ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക്കലി പറയുമ്പോഴത്തേക്കും മൈൽഡ് ഡിസ്പ്ലേഷ്യ, മോഡറേറ്റ് ഡിസ്പ്ലേഷ്യ, സിവിയർ ഡിസ്പ്ലേഷ്യ, കാർസിനോമ ഇൻസിറ്റു. എസ്പെഷ്യലി CIN 1-ലൊക്കെ ആകുമ്പോഴത്തേക്കും യു വിൽ ബി ഏബിൾ ടു സീ ദ പത്തോഗ്നോമിക് ആയിട്ടുള്ള ഒരു സെൽസ്, ദാറ്റ് ഇസ് കോയിലോസൈറ്റ്സ് വിൽ ബി പ്രസന്റ് വിത്ത് റൈസിനോയിഡ് ന്യൂക്ലിയസ് ആൻഡ് റൈസിനോയിഡ് ന്യൂക്ലിയസ് ഉള്ള സെൽസിനെ നമുക്ക് കാണാൻ പറ്റും എന്ന് നമ്മൾ പറയാം. ഇനി മൈക്രോസ്കോപ്പിക്കലി മൈൽഡ് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞാൽ എറ്റിപ്പിക്കൽ സെൽസ് വിച്ച് ഓക്കുപൈ 1/3, ലോവർ 1/3. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 2/3. സിവിയർ ഡിസ്പ്ലേഷ്യ മീൻസ് ഗ്രേറ്റർ ദാൻ 75%. ആൻഡ് കാർസിനോമ ഇൻസിറ്റു എൻഡയർ തിക്നെസ് വിൽ ബി ഇൻവോൾവ്ഡ്. നൗ നമ്മൾ ഇൻവേസീവ് സർവൈക്കൽ ക്യാൻസർ പറയാം. ഇൻവേസീവ് സർവൈക്കൽ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ 4th മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ വിമൻ വേൾഡ് വൈഡ്. ഓക്കെ, വേൾഡ് വൈഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ വിമൻ ആണ് സർവൈക്കൽ ക്യാൻസർ. ഓക്കെ, സോ ഗ്രോസ് അപ്പിയറൻസ് ഇത് ഞങ്ങളുടെ തന്നെ പാത്തോളജി ലെവലിലെ സ്പെസിമെൻ ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ദാറ്റ് ഇസ് ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ വൈറ്റ് ഗ്രോത്ത് കാണാം അല്ലെ, ഗ്രേ വൈറ്റിന് അപ്പിയറൻസ് ആണ്. സോ ഗ്രേ വൈറ്റ് ഗ്രോത്ത് ഇത് ക്യാൻ ബി ഫഞ്ചേറ്റിംഗ്, ഇൻഫിൽട്രേറ്റിംഗ് ഓർ അൾസറേറ്റിംഗ്. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ദാറ്റ് ഇസ് അൾസറേഷൻ. സോ ഗ്രേ വൈറ്റ് ഗ്രോത്ത് വിച്ച് ഇസ് ഫഞ്ചേറ്റിംഗ്, ഇൻഫിൽട്രേറ്റിംഗ് ആൻഡ് അൾസറേറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഇതിന്റെ മൈക്രോസ്കോപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, വൺ മോർ തിങ് ഇസ് ദാറ്റ് ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ അഡ്ജസന്റ് സ്ട്രക്ചേഴ്സിനെ ഇൻവേഡ് ചെയ്ത് നശിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു ക്യാൻസർ ആണ് അതുകൊണ്ട് പറയുന്നത്. ഇറ്റ് കൻ ഇൻവേഡ് ദ അഡ്ജസന്റ് സ്ട്രക്ചേഴ്സ്. നെക്സ്റ്റ് ഇസ് മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പി നമ്മൾ പറയുമ്പോഴത്തേക്കും മൈക്രോസ്കോപ്പി നമുക്ക് 3 മെയിനായിട്ടും പറയാം. ദാറ്റ് ഇസ് ഒന്ന് സ്ക്വാമസ് സെൽ കാർസിനോമ, സെക്കൻഡ് ഇസ് അഡീനോ കാർസിനോമ, പിന്നെ ബാക്കിയൊക്കെ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷെ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ്. ഓക്കെ, ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ്. ഫൈൻ. സോ സ്ക്വാമസ് സെൽ കാർസിനോമ നമുക്ക് ഈ കാണുന്ന ഈ പിക്ചറിൽ കാണുന്നത് വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഇൻവേസീവ് സ്ക്വാമസ് സെൽ കാർസിനോമയാണ്. സ്ക്വാമസ് സെൽ കാർസിനോമനെ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, moderately differentiated non, okay, non is important, non keratinizing squamous cell carcinoma, well differentiated ആയിട്ടുള്ള keratinizing squamous cell carcinoma, and finally poorly differentiated. Okay, poorly differentiated. So ഈ squamous cell carcinoma basically 80% of cases is basically squamous cell carcinoma ആണ്. ഒരു comparatively better prognosis squamous cell carcinoma ക്ക് തന്നെയാണ്. സോ ഇതിൽ ഏറ്റവും കോമൺ ബേസിക്കലി നോൺ കെരാറ്റിനൈസിങ് സ്ക്വാമസ് സെൽ കാർസിനോമ ആണ് കേട്ടോ. പക്ഷേ നമ്മൾ ബേസിക് ഒരു മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കൂടുതലും കണക്കാക്കുന്നത് കെരാറ്റിനൈസിങ് വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സ്ക്വാമസ് സെൽ കാർസിനോമ. സോ കെരാറ്റിനൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊരു സ്ക്വാമസ് സെൽ കാർസിനോമയിലും സ്കിന്നിലാണെങ്കിലും സെർവിക്സിലാണെങ്കിലും പെനിസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ സ്ക്വാമസ് സെൽ കാർസിനോമ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് എന്താണ്? കെരാറ്റിൻ പേൾസ് കാണാം അല്ലെ, കെരാറ്റിൻ പേൾസ് കാണാം. ഹൈ ഗ്രേഡിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, അത് ഹൈ ഗ്രേഡിലാണ് കാണുന്നത്. ഹൈ ഗ്രേഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചർ എന്താണ്? ഡെസ്മോസോംസ്. സോ ഈ രണ്ട് നമുക്ക് ഏതൊരു സ്ക്വാമസ് സെൽ കാർസിനോമ എവിടെ സ്ക്വാമസ് സെൽ കാർസിനോമ ചോദിച്ചാൽ ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് എഴുതാം, കെരാറ്റിൻ പേൾസ് ആൻഡ് ഡെസ്മോസോംസ്. നെക്സ്റ്റ് നമുക്ക് എന്താ പറയുക, അഡിനോ കാർസിനോമയെ പറ്റി പറയാം. അഡിനോ കാർസിനോമ, അഡിനോ എന്ന് വെച്ചാൽ തന്നെ അഡിനോ കാർസിനോമ എന്ന് കേൾക്കുമ്പോൾ തന്നെ വി നോ ദാറ്റ് അത് ഗ്ലാൻഡിന്റെ പ്രോളിഫറേഷൻ ആണ്. സോ യു ക്യാൻ സീ ദിസ് ഗ്ലാൻസ് എവറിവെയർ അല്ലെ. ഈ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ദർ ഇസ് മ്യൂസിൻ സെക്രീറ്റിംഗ് ഗ്ലാൻസ്. എവിടെ ഇതുള്ളത്? ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദ എൻഡോസെർവിക്സ്, നോട്ട് ഇൻ ദ എക്ടോസെർവിക്സ് ബട്ട് ഇൻ ദ എൻഡോസെർവിക്സ്. ഓക്കെ, എൻഡോസെർവിക്സിൽ ഇത്രയും ഗ്ലാൻസ് ഇങ്ങനെ പ്രോളിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ഈ ഗ്ലാൻസ് ഒക്കെ നോർമൽ ആണോ? അല്ല, അബ്നോർമൽ ആണ്. ബിക്കോസ് ഹൈപ്പർ ക്രൊമേഷ്യ കാണുന്നില്ലേ, അതായത് ഇത്രയും ഹൈ NH2C റേഷ്യോ, ആ മ്യൂസിന്റെ കണ്ടന്റ് പോലും കുറവാണ്. ആക്ച്വലി അത്രയും തിക്കായിട്ട് ഉള്ള, അത്രയും വലിയ ന്യൂക്ലിയസ് ഉള്ള, അത്രയും ഹൈ NH2C റേഷ്യോ ഉള്ള സെൽസ് ഇൻ ദീസ് ഗ്ലാൻസ് ആർ പ്രോളിഫറേറ്റിംഗ്. അപ്പോൾ അതാണ് അഡിനോ കാർസിനോമ. ഇത് ഏകദേശം ഒരു 10 to 15% ഓഫ് കേസസ് ആണ് ഇത് വരുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ കമ്പാരിറ്റീവ്ലി പുവർ പ്രോഗ്നോസിസ്.
നെക്സ്റ്റ് ഇസ് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ്. ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ ക്രോമാറ്റിൻ. ന്യൂറൽ ആസ് വെൽ ആസ് എൻഡോക്രൈൻ ഒറിജിനുള്ള ട്യൂമേഴ്സ് ആണ്. സോൾട്ട് ആൻഡ് പെപ്പർ ക്രോമാറ്റിൻ ആണ് നമ്മൾ കാണുന്നത്. ഏത് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ ആണെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ സോൾട്ട് ആൻഡ് പെപ്പർ ക്രോമാറ്റിൻ. നെക്സ്റ്റ് ഇസ് IHC മാർക്കേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? സിനാപ്റ്റോഫൈസിൻ, ക്രോമോഗ്രാനിൻ ആൻഡ് NS, ന്യൂറോൺ സ്പെസിഫിക് പ്രോട്ടീൻസ്. സോ ബേസിക്കലി നമുക്ക് ഇത്രയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിഗോ സ്റ്റേജിങ് കൂടെ പഠിക്കാം, പക്ഷേ ആക്ച്വലി ഇപ്പോൾ പത്തോളജി പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് സ്റ്റിൽ വേണമെങ്കിൽ ഇന്റേണൽ അസസ്മെൻറ്റിനൊക്കെ ഫിഗോ സ്റ്റേജിങ് ചോദിക്കാം. സോ ഐ തിങ്ക് hope you all enjoyed the video. Thank you so much for watching. Please subscribe the channel. Bye.